മക്കളെ, 10ാം ക്ലാസ്സിന് ശേഷം കൊമേഴ്സ് എടുത്ത് പഠിക്കാൻ തീരുമാനിച്ചിട്ടുള്ള കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സംശയമാണ് ഓപ്ഷണൽ പേപ്പർ ആയിട്ട് കൊമേഴ്സ് വിത്ത് മാത്സ് എടുക്കണോ അല്ലെങ്കിൽ കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുക്കണോ എന്നുള്ളത്. ഇപ്പം നമ്മുടെ വീഡിയോസിലാണെങ്കിലും ലൈവ് സെഷനിലൊക്കെ ആണെങ്കിലും കൂടുതലായിട്ടും കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയം കൂടിയാണിത്. ഇതിലേതാണ് നല്ലത്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഏതെടുത്താലാണ് കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ആ ഒരു സംശയം ക്ലിയർ ആക്കി തരാമെന്ന് മിസ് കരുതി. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇപ്പോഴും ഈ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് മിസ്സേ ഇതിൽ ഞാൻ ഏതെടുക്കുന്നതാണ് നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ്സ് സിമ്പിളായിട്ട് പറയും നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക എന്നുള്ളത്. ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില കുട്ടികൾക്ക് കമ്പ്യൂട്ടർ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ അറിയാനും പഠിക്കാനും അതുപോലെ തന്നെ അത് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യുക. ഇനിയിപ്പോൾ അതല്ല, നേരെ മറിച്ച് മാത്സിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനും അങ്ങനെ പ്രോബ്ലംസ് ചെയ്ത് ഇങ്ങനെ ആൻസേഴ്സ് കണ്ടെത്താനും ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും. ഇപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്സ് ചൂസ് ചെയ്യുക. ഓക്കെ, ഏതാണെങ്കിലും നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പിക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനിയിപ്പോൾ മാത്സ് എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ 10ാം ക്ലാസ് വരെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള മാത്സ് ആയിരിക്കില്ല നിങ്ങൾക്ക് +1 +2 ഉണ്ടായിരിക്കുക, കുറച്ചുകൂടെ അഡ്വാൻസ് ആയിരിക്കും. കാരണം 10 വരെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആണ്. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ ബേസിക് ഒക്കെ കഴിഞ്ഞു, ഇനി +1 +2 കുറച്ച് അഡ്വാൻസ് ലെവലിലായിരിക്കും മാത്സ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ +1ലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ +1ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 6 വിഷയങ്ങളാണ്. അതായത് 6 പേപ്പേഴ്സ് സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ നിങ്ങൾ ഏത് ഓപ്ഷണൽ പേപ്പർ എടുത്തൊരു കുട്ടി ആയിക്കോട്ടെ, നിങ്ങൾക്ക് നമ്മുടെ അക്കൗണ്ടൻസി അതുപോലെ ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, പിന്നെ നമ്മുടെ ലാംഗ്വേജ് പേപ്പേഴ്സ് ഇതൊക്കെ കമ്പൽസറി ആയിട്ട് പഠിക്കാനുള്ളതാണ്. അതിൽ തന്നെ നമ്മുടെ ഈ ഒരു 3 സബ്ജക്ട്സ് എന്ന് പറയുന്നത് കോർ സബ്ജക്ട്സ് ആണെന്നറിയാലോ, എന്തായാലും പഠിക്കേണ്ട കോർ സബ്ജക്ട്സ് ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് നിങ്ങൾക്ക് ഓപ്ഷണൽ പേപ്പറാണ്. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ CA അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുക്കാം, അല്ലെങ്കിൽ മാത്സ് എടുക്കാം. ഇനിയിപ്പോൾ അതല്ല സ്റ്റാറ്റി ആണെങ്കിൽ അങ്ങനെ എടുക്കാം, സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ എടുക്കാം അല്ലേ, പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ എടുക്കാം. ഓക്കെ, ഇപ്പോൾ അതിൽ നിങ്ങൾ CA എടുത്തു കഴിഞ്ഞാൽ അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉണ്ടാവുക എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കാം. അതായത് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനുണ്ടാവും. അതുപോലെ കമ്പ്യൂട്ടർ ലാംഗ്വേജസിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അതായത് കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് ഉണ്ടല്ലേ, അതായത് നമുക്ക് ജാവ, C++, HTML എന്നൊക്കെ പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ലാംഗ്വേജസിനെ കുറിച്ച് അതായത് മെയിനായിട്ട് C++ ആയിരിക്കും, ജാവയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ CA എടുത്തു കഴിഞ്ഞാൽ പഠിക്കാനായിട്ടുണ്ടാവുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത കുട്ടികളുടെ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവില്ല കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുക്കുന്ന കുട്ടികൾക്ക്. കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, പക്ഷേ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ മാത്സിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലീനിയർ ഇക്വേഷൻസ് ഉണ്ടാവും, ട്രിഗണോമെട്രിനെ കുറിച്ച് പഠിക്കാനുണ്ടാവും, സെറ്റ്സ് ഉണ്ടാവും, പിന്നെ അതിൽ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവും പഠിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. പക്ഷേ കുറച്ചുകൂടെ അഡ്വാൻസ് 10ാം ക്ലാസ്സിൽ പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സയൻസ് എടുക്കുന്നവർക്ക് മാത്സ് ഉണ്ടെന്ന് അറിയാലോ, അപ്പോൾ അവരുടെ അത്രയും ടഫിലായിരിക്കില്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ അവരെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടിലും വലിയ താല്പര്യമില്ല, ഈക്വൽ ആണ്, ഇപ്പോൾ സയൻസിനോടും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, മാത്സിനോടും വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കിയിട്ട്, അതായത് ഇപ്പോൾ CA എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കരിയർ ഓപ്ഷൻസ് ആണ് മുന്നോട്ടുള്ളത്, അത് റിലേറ്റ് ചെയ്ത് ഏതൊക്കെ ജോബിലേക്ക് കയറാൻ പറ്റും. ഇനിയിപ്പോൾ മാത്സ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കരിയർ ഓപ്ഷൻസ് ആണുള്ളത്, അത് റിലേറ്റ് ചെയ്ത് ഏതൊക്കെ കരിയറിലേക്ക് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ CA എടുത്തൊരു കുട്ടിക്കും അതുപോലെ തന്നെ മാത്സ് എടുത്ത കുട്ടിക്കും കോമൺ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ കുറേ ഹയർ എഡ്യൂക്കേഷണൽ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതാണ് മിസ് ഇവിടെ ബോക്സിൽ തന്നിട്ടുള്ളത്. അതായത് കമ്പ്യൂട്ടർ എടുക്കുന്നവർക്കായിക്കോട്ടെ മാത്സ് എടുക്കുന്നവർക്കായിക്കോട്ടെ 2 പേർക്കും കോമൺ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് കോഴ്സസ് ആണിത്. ഈ ഒരു ബോക്സിലുള്ള കോഴ്സസ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോഴ്സസ് ആണ് കേട്ടോ, പ്രൊഫഷണൽ കോഴ്സസ് ആണ്. ഈ ഒരു ബോക്സിലുള്ളത് ഡിഗ്രി കോഴ്സസ് ആണ് കേട്ടോ,
ഡിഗ്രി ലെവലിലുള്ളതാണ്, അതായത് ഇപ്പോൾ ഗ്രാജുവേഷൻ ലെവലിലുള്ളതാണ് ഇതിൽ വരുന്നത്. അതായത് ഇതിൽ CPA, അതായത് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കൊമേഴ്സിൽ തന്നെ ഏറ്റവും ഹൈ പോസ്റ്റ് ആണ്, ഏറ്റവും വലിയ ജോബാണ് CPA എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ CA ഉണ്ട്, ACC ഉണ്ട്. CA എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ളതും ACC എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലെവലുള്ളതാണ്. രണ്ടും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് തന്നെയാണ്. പിന്നെ CMA ഉണ്ട്. CMA എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ഉണ്ട്, അത് CMA USA. പിന്നെ കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉണ്ട്, അത് CMA ഇന്ത്യ എന്ന് പറയും. ഓക്കെ, പിന്നെ CS ഉണ്ട്, അതായത് കമ്പനി സെക്രട്ടറി ഉണ്ട്. പിന്നെ CFA എന്ന് പറയുന്നത് ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കോഴ്സസ് ഒക്കെ നിങ്ങൾ ഏത് ഓപ്ഷണൽ പേപ്പർ എടുത്താലും ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ എൻ്റെ ഒരു ഓപ്ഷനിൽ നിങ്ങളിപ്പോൾ CA എടുക്കാനാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാൻ, അല്ലെങ്കിൽ ACC എടുക്കാനാണ്, അല്ലെങ്കിൽ CMA ഇന്ത്യ എടുക്കാനൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്സ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അതിലൊക്കെ കൂടുതൽ കാൽക്കുലേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കാൽക്കുലേഷൻസ് കുറച്ചുകൂടെ ഈസി ആയിരിക്കുമല്ലോ. എന്ന് വെച്ച് കമ്പ്യൂട്ടർ എടുത്തവർക്ക് എടുക്കാൻ പറ്റില്ല എന്നല്ല, അവർക്കും ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഡിഗ്രി ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് BCom ചെയ്യാൻ വേണ്ടി പറ്റും, BBA ചെയ്യാൻ വേണ്ടി പറ്റും, അതായത് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ BA എക്കണോമിക്സ് ഉണ്ട്, അതുപോലെ തന്നെ LLB ഉണ്ട്. ഇപ്പോൾ അഡ്വക്കേറ്റ് ആവാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് LLB കോഴ്സുകളും ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ BFT എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ട്. BFT എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് പിൻ ചെയ്യാം. BFT എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്ന ഒരു ഡിഗ്രി കോഴ്സാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഒരുപാട് സ്കോപ്പുള്ള ഒരു ഡിഗ്രി കോഴ്സ് തന്നെയാണ് BFT എന്ന് പറയുന്നത്. അതിലേക്കും നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് CA എടുത്തു കഴിഞ്ഞാൽ CA ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം കിട്ടുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്നാണ് അറിയേണ്ടതെന്നാണെങ്കിൽ അതും പറഞ്ഞുതരാം. അതുപോലെ മാത്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം കിട്ടുന്ന കോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളതാണെങ്കിൽ അതും പറഞ്ഞുതരാം. അതാണ് നമ്മൾ അടുത്ത നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നിങ്ങൾ കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? BCA ചെയ്യാൻ വേണ്ടി പറ്റും. അതെന്താണ്? ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ കോഴ്സാണ്. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും, ഡാറ്റ അനലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആകാം, ടാക്സ് കൺസൾട്ടൻ്റ് ആവാം, കൊമേഴ്സ് മാനേജ്മെൻ്റ് ആകാം. കൊമേഴ്സ് ഒക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് സ്കോപ്പ് വരുന്നൊരു കാര്യമാണ്, നിങ്ങൾക്കറിയാം കൊമേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ മാത്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റ സയൻസ് ആകാം, പിന്നെ ഓപ്പറേഷൻ സയൻസ് ആവാം, പിന്നെ ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഇൻഷുറൻസ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കേട്ടോ, ഇൻഷുറൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കോഴ്സാണ്. അതും അത്യാവശ്യം നല്ല ബൂം വരാൻ ചാൻസ് ഉള്ള ഒരു പ്രൊഫഷനാണ്. പിന്നെ മാർക്കറ്റിംഗ് അനലിസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ് ഒക്കെ അല്ലേ, അതിലേക്കൊക്കെ പോകാം. പക്ഷേ ഇത് പറയുന്നത് ഞാനിപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ അവസാനിക്കുന്നില്ല, ഇനിയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഓപ്ഷൻസാണ് മിസ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തീർത്തും നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏത് മേഖല റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനാണ് താല്പര്യം, അങ്ങനെയാണെങ്കിൽ അതിലേക്ക് പോവാം. പിന്നെ മാത്സ് എടുക്കുകയാണെങ്കിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞത് CA ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുപോലെ നിങ്ങളിപ്പോൾ ബാങ്ക് കോച്ചിങ്ങിനൊക്കെ പോകണമെന്ന്, ബാങ്ക് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാത്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇനി ബാക്കിയുള്ളവർക്ക് പറ്റില്ല, CA എടുത്തവർക്ക് പറ്റില്ല എന്നല്ല കേട്ടോ, പക്ഷെ കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. കാരണം ബാങ്കിലും എന്താണ് കാൽക്കുലേഷൻസ് ആണ് കൂടുതൽ വരുന്നത്. അപ്പോൾ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത്. ഇതിൽ നിങ്ങളുടെ പ്രിഫറൻസ് നോക്കിയിട്ട് ചൂസ് ചെയ്യുക, നിങ്ങൾക്ക് ഏത് മേഖലയിൽ വർക്ക് ചെയ്യണം, ഏത് പഠിക്കുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. ഓക്കെ, പക്ഷേ ഏതെടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കരിയർ ഓപ്ഷൻസ് ഒട്ടനവധിയായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തുകൊണ്ട് ഓപ്ഷൻസ് കുറയൊന്നുമില്ല, നിങ്ങൾക്ക് ഈക്വൽ ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യുന്നത് ഓപ്ഷൻസ് തുറന്ന് തന്നിട്ടുള്ളത് കൊമേഴ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4,999 ആണ് ഫീ വരുന്നത്. നമ്മുടെ ക്ലാസ്സസ് ഇപ്പോൾ നമുക്ക് ഓറിയൻറ്റേഷനൊക്കെ കഴിഞ്ഞ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ +1 നിങ്ങൾ പഠിക്കാൻ ഒട്ടും വൈകിക്കൂടാ, തീരുമാനങ്ങൾ എടുക്കാനും വൈകിക്കൂടാ. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻസ് എടുക്കുക കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടർ കൊമേഴ്സ് ആണോ നല്ലത്, അല്ലെങ്കിൽ മാത്സ് കൊമേഴ്സ് ആണോ ഏറ്റവും നല്ലതെന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ക്ലാരിറ്റി കണ്ടിട്ടുണ്ടാവല്ലോ. രണ്ടും ഈക്വൽ തന്നെയാണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് എല്ലാ സ്ഥലത്തും പ്രധാനമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻസിൽ പറഞ്ഞാൽ മതി. മിസ് അത് നോക്കിയിട്ട് വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഹാപ്പി ലേണിംഗ് ആൻഡ് കീപ് ലേണിംഗ്.